ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ നാരായണ നാരായണ. ശ്രീമദ് അധ്യാത്മരാമായണം ബാലഭാഷിതം. രാമായണ കഥയെ ആസ്പദമാക്കിയിട്ട് 4 ഭാഗങ്ങൾ ഇപ്പോൾ പറഞ്ഞു. സുന്ദരകാന്ഡം ആണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഹനുമാൻ ലങ്കയിലേക്ക് ചെന്ന് അടയാളവാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മോതിരം അങ്ങോട്ട് കൊടുത്തു, ചൂടാമണി ഇങ്ങോട്ട് വാങ്ങി, ലങ്ക മുഴുവനെ കത്തിച്ചു, അക്ഷകുമാരനെ വധിച്ചു, രാവണനുമായിട്ട് സംവാദം ചെയ്തു. ശ്രീരാമനും സീതയും വേർപിരിഞ്ഞിട്ടില്ല, അവരുടെ ഹൃദയങ്ങളിൽ അവർ പരസ്പരം സൂക്ഷിച്ചിട്ടുണ്ട് എന്നെല്ലാം ഹനുമാന് മനസ്സിലായി. രഹസ്യമായിട്ടുള്ള കാക്കക്കഥയും കൂടിയും പറഞ്ഞ് അത് സീതയെ വന്ദിച്ചുകൊണ്ട് ഹനുമാൻ ഇവിടെ തിരിച്ചെത്തി രാമനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത്രയും വലിയ ഒരു കാര്യം ചെയ്ത ഹനുമാനെ ആരാണോ ആശ്രയിക്കുന്നത് അവർക്ക് എല്ലാവിധ സുഖങ്ങളെയും ലഭിക്കുന്നു. ത്വമസ്മിൻ കാര്യനിര്യോഗേ പ്രമാണം ഹരിസത്തമാ ഹനുമദ്യത്നമാസ്ഥായ ദുഃഖക്ഷയകരോ ഭവാം. ഓം ഹം ഹനുപതയേ നമ. ഈ ശ്ലോകമന്ത്രം ജപിച്ചുകൊണ്ട് ഹനുമാനെ സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് ആഗ്രഹിച്ചാലും നടക്കും എന്നാണ് പറയുക. അതേപോലെ തന്നെ ഭഗവാൻ പിന്നീട് സേതുബന്ധനമൊക്കെ നടത്തി രാവണനെ വധിക്കുന്ന ആ രംഗം, രാവണനെ വധിക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് അഗസ്ത്യ മഹർഷി ഉപദേശിക്കുന്നതായിട്ടുള്ള ആദിത്യ ഹൃദയ മന്ത്രം, അത് എല്ലാ കാര്യങ്ങൾക്കും ശുഭമാണ്, കാര്യവിജയം നേടും എന്നെല്ലാം ഇതിൻ്റെ ഫലശ്രുതി. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്ധകാരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ തേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമ, സ്ഥാവരജംഗമാചാര്യായ തേ നമോ, ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമ, സത്വപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ഇത്തം ആദിത്യഹൃദയം ജപിക്കണം. ഇങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്നു. ഇവിടെ രാമനോട് ഈ വിവരം ഹനുമാൻ പറഞ്ഞതിൻ്റെ ശേഷം സുഗ്രീവൻ്റെ നേതൃത്വത്തിൽ ജാംബവാനെയും അങ്കദനെയും മറ്റ് പ്രമുഖരായിട്ടുള്ള വാനര ശ്രേഷ്ഠന്മാരെയും അതേപോലെ രാമനും ലക്ഷ്മണനും എല്ലാ അർത്ഥത്തിലും ഒരു കാര്യ ആലോചന നടക്കുന്നു, ഒരു സഭ, ഒരു മീറ്റിംഗ്. അപ്പോൾ സേതുബന്ധിക്കലാണ് അതിൻ്റെ മാർഗം എന്നുള്ളത് തീരുമാനമായി. കടൽ തീരത്തെത്തി മഹാദേവനെ സ്മരിച്ചുകൊണ്ട് സേതുബന്ധിക്കാനുള്ള അനുവാദം ചോദിച്ചു വരുണദേവനോട്. അപ്പോൾ വരുണൻ വിളിച്ചപ്പോൾ വന്നില്ല. ശ്രീരാമൻ വിളിച്ചിട്ട് വരുണൻ വന്നില്ല എന്ന് വെച്ചപ്പോൾ ശ്രീരാമന് ലേശം ശുണ്ഠി വന്നു. തൻ്റെ കോദണ്ഡം എന്നുള്ള വില്ലിൽ രാമൻ ബാണം തൊടുത്തു. അപ്പോഴേക്കും ഭയന്ന് വരുണൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്നുള്ള മട്ടായി. അപ്പോൾ എനിക്ക് ലങ്കയിലേക്ക് പോകാൻ, എൻ്റെ സൈന്യത്തിന് ലങ്കയിലേക്ക് പോകാൻ മാർഗം തരണമെന്ന് പറഞ്ഞു. ഞാൻ ഈ കൊലച്ച ബാണം അതെന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പോൾ ദൂരെ വടക്ക് ദിക്കിലൊരു വടക്ക് കിഴക്ക് ദിക്കിൽ ഒരു രാക്ഷസ വംശമുണ്ട്, മഹാദുഷ്ടന്മാരാ, അവരെ വധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ
ശബ്ദവേദ ശരമായിട്ട് അതിനെ അയച്ചു. അവിടെയുള്ള സകല രാക്ഷസന്മാരെയും വധിച്ച് ആ അമ്പ് തിരിച്ച് ഇവിടെ രാമൻ്റെ തൂണീരത്തിലേക്ക് തന്നെ വരികയും ചെയ്തു, ആവനാഴിയിലേക്ക് വരികയും ചെയ്തു. അങ്ങനെ അനുവാദം കിട്ടി. അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നു. കല്ല് കൊണ്ട് മതി എന്ന് നിശ്ചയിക്കുന്നു. അപ്പോൾ കല്ല് കുറച്ച് അധികം വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് പൊന്തിക്കിടക്കുന്നതായിട്ടുള്ള കല്ലുകളെ കണ്ടുപിടിച്ച് വാനരന്മാർ കൊണ്ടുവരാൻ തീരുമാനമായി. അവർ എല്ലാവരും അങ്ങനത്തെ കല്ലുകൾ കൊണ്ടുവന്നു. ശ്രീരാമ ശ്രീരാമ എന്ന് ആ കല്ലിലൊക്കെ എഴുതി. എന്നിട്ടത് സമുദ്രത്തിലിട്ടു. അപ്പോൾ ആ കല്ലിങ്ങനെ പൊന്തി നിൽക്കണു. അങ്ങനെ എത്ര കോടി വാനരന്മാരാണെന്ന് ശരി, അവരൊക്കെ ഓരോ കല്ല് കൊണ്ടുവന്നാൽ 100 യോജന ദൂരമുണ്ട്. അത് 100 യോജന 5 ദിവസം കൊണ്ടാണ് കഴിഞ്ഞു എന്നാ. അത്ര വേഗം അത് ഈ വലിയ സൈന്യം അങ്ങോട്ട് കടക്കണം, അതിനുള്ള അത്രയുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം അതിൻ്റെ 14 യോജന ദൂരം അത്രയും വീതിയിൽ ഉണ്ടാക്കി. രണ്ടാമത്തെ ദിവസം 20 യോജന കൂടി, അപ്പോൾ 34 യോജനയായി. അതിൻ്റെ പിറ്റേ ദിവസം 21 യോജന സേതു ബന്ധിച്ചു. അപ്പോൾ 51 യോജനയായി, 50 യോജനയായി. 20 14 34 20 64 1 65 യോജനയായി. അതിൻ്റെ പിറ്റേ ദിവസം 22 യോജന. അപ്പോൾ 65 22 77 യോജനയായി. അതിൻ്റെ പിറ്റേ ദിവസം 23 യോജന കൂടി അങ്ങോട്ട് മുഴുവൻ കടൽപ്പാലം കെട്ടി. അങ്ങനെ 100 യോജന 5 ദിവസം കൊണ്ട് തീർത്തു എന്നാണ്. 14 20 21 22 23 ഇങ്ങനെ 5 ദിവസമായിട്ട് 100 യോജനയും സേതുബന്ധനം നടത്തി. അപ്പോഴേക്കും അവിടെ വിഭീഷണൻ രാവണനെ ഉപദേശിക്കുകയൊക്കെ ഉണ്ടായി. അത് കേട്ടില്ല, കുറച്ച് വഴക്കായി. അപ്പോൾ രാവണനത് തൻ്റെ ഉപദേശം ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ, വിദ്വേഷം വരണമെന്ന് മനസ്സിലായപ്പോൾ, അനീതിയാണല്ലോ, അതുകൊണ്ട് വരം അങ്ങനെയാണ്, എവിടെയാണോ അനീതി ഉള്ളത് വെച്ചാൽ അവിടെ വിഭീഷണൻ നിൽക്കില്ല. അവിടുന്ന് വിഭീഷണൻ 4 മന്ത്രിമാരെ കൊണ്ട് ഇവിടെ ശ്രീരാമനെ അഭയം പ്രാപിച്ചു. ശ്രീരാമൻ അഭയം കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല അപ്പോൾ തന്നെ ലങ്കയുടെ അധിപനായിട്ട് വാഴിക്കുകയും ചെയ്തു. അതും ഒരത്ഭുതം, അത്രയേ പറയാനുള്ളൂ. അപ്പം ഇങ്ങനെ വിഭീഷണനെ ലങ്കയുടെ രാജാവാക്കി. വിഭീഷണൻ ഈ ലങ്കയുടെ എല്ലാ വിവരങ്ങളും പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ അതീവ ഹൃദ്യമായിട്ടുള്ള രീതിയിൽ, നല്ലോണം മനസ്സിലാക്കാവുന്ന രീതിയിൽ, ലൂപ്പ് ഹോളുകൾ ഉൾപ്പെടെ സകല കാര്യങ്ങളും വിഭീഷണൻ രാവണനെ തോൽപ്പിക്കാൻ, അല്ലെങ്കിൽ രാവണനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, സീതയെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട്, ശ്രീരാമനെ സഹായിക്കാനായിട്ട് ചെയ്തു കൊടുത്തു എന്നാണ്. കുംഭകർണൻ്റെ സ്വഭാവം, അതേപോലെ രാവണൻ്റെ സ്വഭാവം, മേഘനാഥൻ്റെ വരബലങ്ങൾ, ലങ്കയുടെ സുരക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ കുംഭകർണനും ഈ രാവണനെ കുറിച്ച് ഉപദേശിച്ചു. അതൊന്നും നേരെയില്ല. രാവണൻ പിടിച്ച പിടി അത്രയേ ഉള്ളൂ. ഈ വക കാര്യങ്ങളൊക്കെ ശുഗൻ എന്ന രാവണൻ്റെ ഒരു ഉറ്റ സുഹൃത്തുണ്ട്. ആ ശുഗൻ ഇവിടെ വന്ന് ഇതൊക്കെ മറിഞ്ഞിരുന്ന് കേട്ടു. സുഗ്രീവൻ ആ ശുഗനെ പിടിച്ചു, ബന്ധിച്ചു, വധിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അപ്പോൾ വധിക്കണ്ട, വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ വിട്ടു. ഈ ശുഗൻ അവിടെ ചെന്നിട്ട് രാവണനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രാവണ, നിനക്ക് അവരെ ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. എന്നെല്ലാം പറഞ്ഞപ്പോൾ സമ്മതമായില്ല. ശുഗനെ ശിക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു. ശുഗൻ അവിടുന്ന് മറഞ്ഞുപോയി, ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ശുഗൻ്റെ പൂർവ്വജന്മ വൃത്താന്തങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. ഒരു ബ്രാഹ്മണനായിരുന്നു, ഒരു ശാപം മൂലമാണ് രാക്ഷസനായത്. എപ്പോഴാണോ ഈ രാമതത്വം രാവണനെ പറഞ്ഞ് ബോധിപ്പിക്കുന്നത്, അപ്പോൾ
ശാപമുക്തി കിട്ടും, രാക്ഷസ രൂപത്തിൽ നിന്ന് ബ്രാഹ്മണനായിട്ട് തന്നെ ആവാൻ സാധിക്കുമെന്നെല്ലാം വരം. അതൊക്കെ അവിടെ ശുഗന് സംഭവിച്ചു. അങ്ങനെ രാവണൻ്റെ അമ്മാവനായിട്ടുള്ള മാല്യവാൻ വന്നു. എന്നിട്ട് കുറേ രാവണനെ ഉപദേശിച്ചു. എന്നിട്ടും അതൊന്നും നേരെയായില്ല. യുദ്ധം തന്നെ എന്ന് നിശ്ചയിച്ചു. ശ്രീരാമനും ഇതേപോലെ തന്നെ അങ്കദനെ വിട്ട് ദൂത് പറയുക കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഒന്നും നേരെയില്ല. യുദ്ധം ഉറപ്പിച്ചു. അങ്ങനെ യുദ്ധാരംഭം. പിന്നെ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അപ്പോൾ രാവണൻ തീരുമാനിച്ചു ആദ്യത്തെ യുദ്ധങ്ങളിലൊക്കെ പരാജയ. അപ്പോൾ കുംഭകർണനെ ഉണർത്താൻ വേണ്ടി നിശ്ചയിച്ചു. 2 മാസമേ ഉള്ളൂ കുംഭകർണൻ മറ്റേ ഉപദേശം കഴിഞ്ഞിട്ടാണ് ഉറങ്ങാൻ പോയി. അപ്പോൾ കുംഭകർണനെ ഉണർത്തി. അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് 6 മാസം ഉറക്കവും 6 മാസം ഊണുമാണ്. അപ്പോൾ ഈ 6 മാസം ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഉണർത്തി കഴിഞ്ഞാൽ ആ കാലയളവിൽ മരിക്കും. അതാണ് വരത്തിൻ്റെ ഒരു ഫലം. അപ്പോൾ അതൊന്നും ആലോചിച്ചില്ല. കുംഭകർണൻ ഉണർന്നു, ധാരാളം ആഹാരമൊക്കെ കഴിച്ചു. ഈ രാവണ യുദ്ധമൊക്കെ ഉണ്ടായി എന്ന് മനസ്സിലായി. എന്നെ സഹായിക്കാൻ പറ്റിച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു. അങ്ങനെ കുംഭകർണൻ യുദ്ധത്തിന് പോയി. യുദ്ധത്തിൻ്റെ ഇടയ്ക്ക് വിഭീഷണനെ കണ്ടു. അപ്പോൾ വിഭീഷണൻ കുംഭകർണനെ ഉപദേശിച്ചു. അപ്പോൾ കുംഭകർണൻ പറഞ്ഞു, ഞാൻ ഏതായാലും ഏട്ടൻ്റെ ഒപ്പമാണ്, ഞാൻ മരിക്കാൻ നിശ്ചയിച്ചിരിക്കണു, നീ എന്തായാലും രാമൻ്റെ ഒപ്പം നിന്നോ, ഞാൻ ഏട്ടൻ്റെ ആജ്ഞാപാലകനായിട്ട് രാമനിൽ നിന്ന് മുക്തി നേടാൻ നിശ്ചയിച്ചിരിക്കണു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ കുംഭകർണനെ രാമനുമായിട്ടുള്ള ഗംഭീര യുദ്ധം, അതിലെ കുംഭകർണൻ മുക്തി നേടുകയും ചെയ്തു. പിന്നീട് രാവണൻ നേരിട്ട് യുദ്ധത്തിന് വരാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് മേഘനാഥൻ തടുത്തു. ഇന്ദ്രനെ കൂടി ജയിച്ച ആളാണ്, എല്ലാ ദേവന്മാരെയും ജയിച്ചിട്ടുണ്ടെന്ന്. പിന്നെ അനവധി വരബലങ്ങളുണ്ട് ഇന്ദ്രജിത്തിന്. 12 കൊല്ലം ആഹാരവും ഉറക്കവും ഇല്ലാതെ കണ്ട് ആരാണോ ഒരാൾ ഭൂമിയിൽ വസിക്കുന്നത് അയാൾക്ക് മാത്രമേ ഇന്ദ്രജിത്തിനെ വധിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ മരണമില്ല എന്ന് ഉറപ്പിച്ചെന്നു. അങ്ങനെ ഒരാൾ ഭൂമിയിൽ ഉണ്ടാവില്ല, അതാണ്. അപ്പോൾ ഇന്ദ്രജിത്ത് പറഞ്ഞു, ഞാൻ ജയിച്ചോളാം രാമനെ എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് വന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള ദിവ്യ അസ്ത്രങ്ങളുണ്ട്, അതൊക്കെ പ്രയോഗിച്ചു ഇന്ദ്രജിത്ത്. എന്തിനു പറയണു, ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ടു. രാമനുമായിട്ട് യുദ്ധം, രാമനും മോഹാലസ്യപ്പെട്ടു. 2 തവണ മോഹാലസ്യപ്പെടലുണ്ട്. അപ്പോൾ ദ്രോണഗിരിയിൽ നിന്ന് മരുത്വാമലയിലാണ് ദ്രോണഗിരി. അവിടുന്ന് ഈ മൃതസഞ്ജീവനി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജാമ്പുവാൻ ഉൾപ്പെടെയുള്ളവരൊക്കെ, അതുപോലെ വിഭീഷണനൊക്കെ പറഞ്ഞു. ഹനുമാനെ ആ കാര്യത്തിന് നിയോഗിച്ചു. ഹനുമാൻ അവിടെ ചെന്നു, ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് മുഴുവൻ മനസ്സിലായില്ല. അപ്പം മരുത്വാമല ദ്രോണഗിരി ഒന്നിച്ചിങ്ങെടുത്തു. പാലാഴി തീരത്തുള്ളൊരു മലയാണ്. അപ്പോൾ അതിൽ സന്താനകരണി, സ്വർണ്ണകരണി, വിശല്യകരണി, മൃതസഞ്ജീവനി, ഇങ്ങനെയൊക്കെ അനവധി മരുന്നുകളുള്ളൊരു മലയാണ്. അപ്പോൾ അത് ഒന്നിച്ചിട്ട് കൊണ്ടുവന്നു. ഇവിടെ വന്ന് മൃതസഞ്ജീവനി കൊണ്ട് ഈ രാമൻ്റെയും ലക്ഷ്മണൻ്റെയും മോഹാലസ്യമൊക്കെ തീർത്തു. മല വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. അപ്പോൾ ഇത് തോൽവി ഇപ്രകാരത്തിൽ സംഭവിച്ചു എന്നും പറഞ്ഞിട്ടാണ് മേഘനാഥൻ അച്ഛൻ്റെ അടുത്ത് എത്തിയത്. അപ്പോഴേക്കും ഇവിടെ ഹനുമാൻ വന്നു എന്നും ഇത് ജീവിപ്പിച്ചു എന്നെല്ലാം പറഞ്ഞു. ഇതോട് കൂടിയിട്ടാകെ ഒരു വിഷമായി. അപ്പോൾ രാവണൻ നേരിട്ട് യുദ്ധത്തിന് ചെല്ലാമെന്ന് തീരുമാനിച്ചു. വീണ്ടും മേഘനാഥൻ തന്നെ പോവുകയാണ്. അങ്ങനെ മേഘനാഥനും ഈ ലക്ഷ്മണനും കൂടിയിട്ട് അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അതിലും ഇതേപോലെ തന്നെ മേഘനാഥൻ ഈ ലക്ഷ്മണനാൽ വധിക്കപ്പെട്ടു. ലക്ഷ്മണൻ 12 കൊല്ലം ഒന്നും കഴിച്ചിട്ടില്ല, തീരെ ഉറങ്ങിയിട്ടുമില്ല. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു യാഗമൊക്കെ മേഘനാഥൻ ചെയ്തു. അതൊക്കെ വിഭീഷണൻ പറഞ്ഞിട്ട് മുടക്കുകയും ചെയ്തു. യാഗം തുടങ്ങിയിട്ട് ഈ ആത്മരക്ഷാർത്ഥമുള്ള യാഗം യുദ്ധസമയത്തൊക്കെ ചെയ്യുന്നത് മുടക്കി കഴിഞ്ഞാൽ മരണം ഉറപ്പാണ്. അപ്പോൾ അതേപോലെയൊക്കെ സംഭവിച്ചു. അങ്ങനെ
മേഘനാഥനും വധിക്കപ്പെട്ടു. ഇപ്പോൾ രാവണൻ വീണ്ടും കുറച്ച് യുദ്ധമൊക്കെ ചെയ്ത് വീണ്ടും ചില ഹോമങ്ങളൊക്കെ ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ ചെയ്തു, അതീവ രഹസ്യമായിട്ട്. അപ്പോൾ യാഗം മുടങ്ങരുത്, മുടങ്ങിക്കഴിഞ്ഞാൽ മൃത്യു വരും കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അതിനുള്ള ഏർപ്പാടുകളൊക്കെ വലിയൊരു ഗുഹയിലാണ്. അവിടേക്ക് ഒരാൾക്കും പ്രവേശിക്കാൻ സാധിക്കില്ല, അങ്ങനെയുള്ള ഗുഹ, അത്യധികം സുരക്ഷയും. എന്തിനു പറയണു, ഇത് വിഭീഷണൻ പറഞ്ഞു കൊടുത്തു, രഹസ്യമായിട്ടുള്ള ആ സ്ഥലത്തെ കാണിച്ചു കൊടുത്തു. അംഗദം തൊട്ടുള്ള വാനരന്മാരെല്ലാവരും കൂടിയിട്ട് അവിടെ ചെന്നു. രാവണൻ്റെ യാഗം മുടക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കടന്നു. എങ്ങനെ കടന്നു ചോദിച്ചാൽ നിശ്ചയില്ല, അത്രയും ശ്രീരാമൻ്റെ അനുഗ്രഹം അത്രയേ പറയാനുള്ളൂ. കാവക്കാരെയൊക്കെ തച്ച് കൊന്ന് അകത്തേക്ക് കടന്നു. അപ്പോൾ അവിടെ ഈ എന്തൊക്കെ ചെയ്തിട്ടും രാവണൻ ധ്യാനവും യാഗവും മുടക്കിയില്ല. അപ്പോൾ മണ്ഡോദരിയെ പിടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് നഗ്നയാക്കി. മണ്ഡോദരി കുറേ വിലാപം, ഭാര്യയെ രക്ഷിക്കാൻ കഴിയാത്ത പെൺകോന്തെന്നോ എന്താ പറയേണ്ടത്, ഭീരു എന്നോ പലതും പറഞ്ഞു. അധിക്ഷേപം, ഭർത്താവിനെ വല്ലാതെ കണ്ട് അധിക്ഷേപിച്ചു. അപ്പോൾ അത് കേട്ടപ്പോൾ വലിയ സങ്കടമായി. ഭർത്താവിനെ രക്ഷിക്കാൻ പറ്റാത്ത, ഭാര്യയെ രക്ഷിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ്, ഒരു പുരുഷൻ അർഹത ഇല്ല, ഭർത്താവായിട്ടിരിക്കാനുള്ള യോഗ്യത ഇല്ല. അപ്പോൾ അത് മാനസികമായിട്ടൊരു പ്രയാസം ഉണ്ടാക്കി. അപ്പോൾ പിന്നെ യാഗം വേണ്ടാന്ന് നിശ്ചയിച്ചു. യാഗം മുടങ്ങി. മണ്ഡോദരിയെ ഇങ്ങനെ നഗ്നയാക്കിയിട്ട് കൊണ്ടുവന്ന അംഗദനെയൊക്കെ വധിക്കാൻ വേണ്ടി ശ്രമിക്കണു. അവർ വാനരന്മാർ അത് ഒഴിഞ്ഞ്, അവർക്ക് യാഗം മുടക്കുക മാത്രമേ ഉദ്ദേശമുള്ളൂ. അവിടുന്ന് വേഗം ഓടിപ്പോരുന്നു. യാഗം മുടക്കി എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മരണം ഉറപ്പായി. അപ്പോൾ രാവണൻ മണ്ഡോദരിയോട് പറഞ്ഞു, ഏതായാലും എൻ്റെ മരണം ഉറപ്പായി, അതുകൊണ്ട് മണ്ഡോദരി ഒരു കാര്യം ചെയ്യണം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സീതയെ വധിക്കുക, എന്നിട്ട് ആ സീതയെ ചുടണം എന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പറഞ്ഞു വെച്ചാൽ ശരിയാ, കൽപ്പനാശക്തിയും പാരമുണ്ട്, കൽപ്പിച്ചതൊന്നും നടക്കുകയില്ല, അത്രയേ ഉള്ളൂ. ഏതായാലും നീയും എൻ്റെ കൂടെ പോരെ എന്നെല്ലാം മരിച്ചതിന് ശേഷം അങ്ങനെയൊക്കെ പറഞ്ഞു. രാവണനെ ആ വാക്കുകളൊന്നും, രാവണൻ പറഞ്ഞുള്ള വാക്കുകളൊന്നും മണ്ഡോദരിക്ക് അത്ര ഇഷ്ടമായില്ല. ഏതായാലും ജീവൻ രക്ഷ കിട്ടിയല്ലോ, മാനം കിട്ടിയല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിച്ചു പോന്നു. സീതയെ തിരിച്ചു കൊടുത്തോളൂ, നമുക്ക് യുദ്ധം ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അവിടെ കൂട്ടാക്കിയതുമില്ല രാവണൻ. വീണ്ടും യുദ്ധം. അപ്പോൾ ഒന്നിങ്ങനെ വീണ്ടും മോഹാലസ്യപ്പെടുക അങ്ങനെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഈ രാമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹനുമാൻ രണ്ടാമത് ഈ മല കൊണ്ടുവരുന്ന സമയത്ത്, മല കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാലനേമി രാവണൻ്റെ പ്രേരണയ്ക്കനുസരിച്ച് അവിടെ ഒരു ഋഷി ആശ്രമമൊക്കെ കെട്ടി കാത്തിരിക്കുക. അപ്പോൾ ഹനുമാൻ അവിടെ ചെന്നപ്പോൾ മല കാണാനില്ലല്ലോ, മല എവിടെയാണെന്നൊക്കെ ചോദിച്ചും കൊണ്ടാണ്. അപ്പോഴേക്കും ദാഹം വന്നു. അപ്പോൾ ഈ കപടമായിട്ടുള്ള വാക്കുകളും ഒക്കെ കാലനേമിയാണ്. ആ വാക്കുകളൊക്കെ പിഴവാണെന്ന് മനസ്സിലായി. അപ്പോഴേക്കും ഒരു യക്ഷി ഒറ്റയാണ് അവിടെ വന്ന് അത് പറഞ്ഞു കൊടുത്തു, ഒരു മുതലയുടെ രൂപത്തിലൊക്കെ വന്നിട്ട്. ഏതായാലും ആ കാര്യം മനസ്സിലായി. കാലനേമിയെ വധിച്ചു, ഈ മുതലയെ വധിച്ചു. ആ സ്ത്രീക്ക്, യക്ഷിക്ക് മുക്തി കിട്ടി ഹനുമാൻ്റെ കൈകൊണ്ട്. യക്ഷി പറഞ്ഞ് കാലനേമി വധിച്ചു. അങ്ങനെ മലയും കൊണ്ട് തിരിച്ചു വന്നു. ഈ മോഹാത്സ്യങ്ങളൊക്കെ ഒഴിവാക്കി വീണ്ടും മല അവിടെ തന്നെ കൊണ്ടുവച്ചു. രാമരാവണ യുദ്ധം അതിഗംഭീരമായിട്ട്. അപ്പോൾ ആ സമയത്ത് രാമന് ജയം വരണില്ല. അപ്പോൾ അഗസ്ത്യൻ വന്നു. എന്നിട്ട് ആദിത്യ ഹൃദയമന്ത്രം പറഞ്ഞു കൊടുത്തു. അത് നന്നായിട്ട് തന്നെ സ്തുതിച്ച് തേജസ്സിനെ മുഴുവൻ സ്വാംശീകരിച്ചു. ഈ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി. അങ്ങനെ യുദ്ധം പല തവണ ചെയ്തു. എന്തൊക്കെ ചെയ്തിട്ടും രാവണൻ മരിക്കണില്ല. ഓരോ തല എഴുതിട്ട് താഴെ വീഴ്ത്തുമ്പോൾ വീണ്ടും ആ തല വരും. ഇങ്ങനെ മരണം സംഭവിക്കുന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്നായി. ഈ അഗ്നി ഭഗവാൻ വന്ന് പറഞ്ഞു, രാവണൻ്റെ ജീവൻ ഒളിപ്പിച്ച സ്ഥലം പ്രത്യേകമാണ്. അപ്പോൾ അവിടേക്ക് അമ്പ ചെയ്താൽ മാത്രമേ, അതും അഗ്നി ആഗ്നേയാസ്ത്രം കൊണ്ട് അത്
അമൃതകുംഭമുണ്ട് ഒളിപ്പിച്ച് വെച്ചിട്ട്. ആ അമൃതകുംഭം നശിപ്പിച്ചാലെയാണ് വറ്റിച്ചാലെയാണ് മൃത്യു വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമൃതകുംഭം ആഗ്നേയാസ്ത്രം കൊണ്ട് ഈ ശ്രീരാമൻ അത് അമ്പെയ്തുകൊണ്ട് വറ്റിച്ചു, അത് നശിപ്പിച്ചു. അമൃതകുംഭം പോയി കഴിഞ്ഞപ്പോൾ രാവണൻ മരണത്തിന് കീഴടങ്ങി. പിന്നെ രാവണൻ്റേതായിട്ടുള്ള ചില മുക്തി എന്നുള്ളത് ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാന്റെ കൈ കൊണ്ട് അങ്ങനെ പല നേട്ടങ്ങൾ അവിടെ കിട്ടി. അങ്ങനെ ജയവിജയന്മാരിൽ ജയൻ രണ്ടാമത്തെ ജന്മം കൊണ്ടും മുക്തി നേടി എന്ന് പറഞ്ഞു. കുംഭകർണൻ വിജയനായിരുന്നു. അത് ഹിരണ്യാക്ഷൻ്റെ പിന്നീടുള്ള ജന്മമാണ്. ഹിരണ്യകശിപുവിൻ്റെ ജന്മമാണ് ഈ രാവണൻ. അങ്ങനെ രണ്ടുപേരും മുക്തനായി. രാമൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ വിഭീഷണനെ അവിടെ പോയിട്ട് രാജാവാക്കി അഭിഷേകം ചെയ്തു. അങ്ങനെ രാമൻ്റെ അനുഗ്രഹം ഇനി ഈ കൽപ്പം കഴിയുന്നത് വരെ രാക്ഷസ രാജാവായിട്ട് വാഴണം എന്ന്. അങ്ങനെ സീതയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. സീതയെ അവിടെ നിന്ന് തേരിൽ കൊണ്ടുവന്നു. അത് രാമന് ഇഷ്ടമായില്ല. രാമൻ നടന്നു വരാൻ വേണ്ടി പറഞ്ഞു സീതയോട്. അങ്ങനെ നടത്തി കൊണ്ടുവന്നു. പിന്നെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് മറ്റൊരു പുരുഷൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചത് കൊണ്ട് അവിടെ അഗ്നിശുദ്ധി വരുത്തണം എന്നുള്ളത് നിശ്ചയിച്ചു. ഈ സീതയെ ഈ രാവണൻ കട്ട് കൊണ്ടുപോകുന്നതിന് മുന്നേയായിട്ട് അഗ്നിദേവൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് യഥാർത്ഥ സീതയെ കൊണ്ടുപോയി. രാവണവധം കഴിഞ്ഞതിൻ്റെ ശേഷം ഈ സീതയെ ഞാൻ തരാം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സീതയുടെ ഛായ നിഴലാണ് അവിടെ ഈ രാവണനെ കട്ടുകൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. ആ ഛായാസീതയെയാണ് രാവണൻ കട്ടുകൊണ്ടുപോയത്. ആ ഛായാസീതയാണ് രാവണൻ്റെ കൊട്ടാരത്തിൽ ഈ രാക്ഷസികളുടെ മേൽനോട്ടത്തിൽ വസിച്ചേർന്നത്. ആ ഛായാസീതയ്ക്ക് പോലും ഈ രാവണനെ നിസ്സാരമായിരുന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. ഒരു പുല്ലിനെ മുന്നിൽ നിർത്തിയിട്ടാണ് രാവണനുമായിട്ട് സംവദിച്ചതെന്നാണ്. പുല്ലായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ രാവണനെ. അതാണ് അത്ര നിസ്സാര. അപ്പോൾ ആ ഛായ എങ്ങനെയാണെന്ന് വെച്ചാൽ സീതയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊടാൻ പറ്റുമോ? ഏതായാലും ഛായാസീതയെ അഗ്നി ഭഗവാന് കൊടുക്കുകയും വേണം. അഗ്നി ഭഗവാനിൽ നിന്ന് ഈ സീതയെ വിളക്കുകയും വേണം, വെച്ചാൽ തിരിച്ച് കൊണ്ടുവരികയും വേണം. അത് കണക്കാക്കിക്കൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ അഗ്നി പ്രോജ്വലിപ്പിച്ചു. അതിനുശേഷം ഈ സീതയോട് അങ്ങോട്ട് പ്രവേശിക്കാൻ പറഞ്ഞു. സീത അഗ്നി ഭഗവാനെ തൊഴുതുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു. ഛായാസീത അവിടെ നിന്ന് യഥാർത്ഥത്തിലുള്ള സീത പുറത്തേക്ക് വരികയും ചെയ്തു. അങ്ങനെ സീതയെ സ്വീകരിച്ചു. അപ്പോൾ എല്ലാവരും ദേവീദേവന്മാരൊക്കെ നന്നായിട്ട് രാമനെ സ്തുതിച്ചു, സീതയെ സ്തുതിച്ചു, ലക്ഷ്മണനെ സ്തുതിച്ചു എന്ന് പറയണ്ട. എല്ലാവർക്കും വലിയ സന്തോഷം. പുഷ്പവൃഷ്ടി തുടങ്ങിയിട്ടുള്ള കൊട്ട്, പാട്ട്, നൃത്തം എല്ലാം ഉണ്ടായി. അങ്ങനെ തിരിച്ചു പോരാനുള്ള ഏർപ്പാടായി. അയോധ്യയിലേക്ക് എത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമം. അപ്പോൾ പുഷ്പക വിമാനം അവിടെയുണ്ട്. ആ പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പോരാൻ തയ്യാറായിട്ട് രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ അതിൽ കയറി. വിഭീഷണനൊപ്പം കയറി, ഹനുമാൻ കയറി, സുഗ്രീവൻ കയറി. അങ്ങനെ വാനര സൈന്യം എല്ലാവരും കൂടിയിട്ട് കയറി. ഈ പുഷ്പക വിമാനത്തിനൊരു പ്രത്യേകതയുണ്ട്. എത്ര ആൾ കയറിയാലും അതിങ്ങനെ വികസിച്ച് വരും. എത്ര വേഗമാണോ എത്തേണ്ടത് അത്രയും വേഗത്തിൽ പോകാനും സാധിക്കും. അപ്പോൾ ഇച്ഛാനുസാരം ആണ് അതിൻ്റെ വേഗവും യാത്രയും വലുപ്പവും ഒക്കെ. അപ്പോൾ അങ്ങനെ പോരണ വഴിക്ക് ഈ സീതയ്ക്ക് ശ്രീരാമൻ കാണിച്ചു കൊടുത്തു. ഓരോരോ ഘട്ടങ്ങളും പ്രത്യേകമായിട്ട് കാണിച്ചു കൊടുത്തു. ഈ സേതുബന്ധനം നടത്തിയിട്ടുള്ള വലിയ ആ പാലം, അതേപോലെ ഇവർ കൂടിയാലോചിച്ചായിട്ടുള്ള സ്ഥലം, മഹാദേവനെ പൂജിച്ചതായിട്ടുള്ള ആ രാമേശ്വരം എന്ന സ്ഥലം, അവിടുന്ന് ഹനുമാൻ ഈ ലങ്കയിലേക്ക് കുതിച്ച് ചാടിയ പർവ്വതം, പിന്നെ
രാമ സുഗ്രീവ സഖ്യം നടത്തിയതായിട്ടുള്ള സ്ഥലം, അഗ്നിസാക്ഷിയായിട്ടൊരു സഖ്യം ഉണ്ടായല്ലോ, ആ ഒരു മറ്റേ സത്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തു. സീത നഷ്ടപ്പെട്ടതായിട്ടുള്ള രാവണൻ കട്ടുകൊണ്ടുപോയില്ല ആ പഞ്ചവടി, അതും കാണിച്ചു കൊടുത്തു. അങ്ങനെ ക്രമേണയായിട്ട് തിരിച്ച് ഈ ഓരോരോ രംഗങ്ങളും, ഋഷിയാശ്രമങ്ങൾ, രാക്ഷസന്മാരെ ഒന്നിച്ച് വധിച്ചത്, ഈ മണ്ഡോദരിയെ ഈ പ്രകാരത്തിൽ ഈ അംഗഭംഗം വരുത്തിയത്, ഇങ്ങനെ എല്ലാ സംഗതികളും, ഭരദ്വാജാശ്രമം, വാൽമീകി ആശ്രമം, അഗസ്ത്യാശ്രമം, സുതീക്ഷ്ണൻ്റെ ആശ്രമം, ഇങ്ങനെ ഓരോരോ പ്രത്യേകമായിട്ടുള്ള ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഗുഹൻ്റെ ആ കൊട്ടാരത്തിലെത്തി, ഗുഹൻ്റെ കാട് അവിടെ എത്തി. 2-3 നദികൾ ഇങ്ങനെ കടന്നാണ് ഈ പുഷ്പവിമാനം അങ്ങനെ പോയത്. അതൊക്കെ ആകാശത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഭൂമിയിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കണ്ട് അങ്ങനെ യാത്രയായി. അപ്പോൾ ഗുഹൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നിർത്തി ഭരദ്വാജാശ്രമത്തിൽ ഇറങ്ങി. ഭരദ്വാജാശ്രമത്തിൽ അന്ന് അവിടെ കൂടാമെന്ന് നിശ്ചയിച്ചു. അപ്പോൾ 14 സംവത്സരം കഴിയണ ദിവസമാണ് അന്ന്. ഹനുമാനെ ഈ നന്ദിഗ്രാമത്തിൽ അവിടെ വിട്ടു. നന്ദിഗ്രാമത്തിലാണ് ഈ ഭരതൻ രാജാവായിട്ട് ഇരിക്കുന്നത്. കൊട്ടാരമില്ല, ഒരു കുടിലേ ഉള്ളൂ. വനവാസി വേഷത്തിലാണ്. യവം മാത്രം ഒരു പിടി ഗോമൂത്രത്തിൽ വേവിച്ച് കഴിക്കും. അങ്ങനെ ആഹാരം നിലത്ത് കിടക്കും. പിന്നെ എല്ലാ ദിവസവും ശത്രുഘ്നൻ വന്നിട്ട് ഇന്നൊക്കെ ഉണ്ടായി, വരവ് ഇത്ര, ചിലവ് ഇത്ര, ഓരോരോ വിഷയങ്ങൾ, ഇങ്ങനെ സകല രാജ്യകാര്യങ്ങൾ മുഴുവനെ ബോധിപ്പിക്കും. അതെല്ലാം ഭരതൻ ഏറ്റു പറയും. അവിടെ ഒരു പ്രത്യേകമായിട്ടൊരു പീഠത്തിൽ ശ്രീരാമൻ്റെ മെതിയടി വെച്ചിട്ടുണ്ട്. ആ മെതിയടിക്ക് എന്നും പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിവിശിഷ്ടമായിട്ടുള്ള എല്ലാ ഭരണ സാമർഥ്യത്തോടും കൂടിയിട്ട് ഭരതനാൽ നന്നായിട്ട് തന്നെ രാജ്യം ഭരിച്ചു. മുഴുവൻ കാര്യനിർവഹണമൊക്കെ ചെയ്തത് ഈ ശത്രുഘ്നനാണ്. ഇങ്ങനെയുള്ള ആ ഭരതനോട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞ് ദൂതനായിട്ട് ഈ ഹനുമാനെ ശ്രീരാമൻ വിട്ടു. അങ്ങനെ അവർ തമ്മിലുള്ളതായിട്ടുള്ള ഒരു സംഘം ഹനുമാന് അത്ഭുതമായി എന്ന് പറയുകയാണ്. ഈ സമർപ്പണ ഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ ഭരതൻ ഇങ്ങനെയൊക്കെയാണെന്ന് വിചാരിക്കേണ്ടായില്ല. കുറേ പറഞ്ഞിട്ടുണ്ട് രാമൻ, പക്ഷേ എന്നാലും ഇത്രത്തോളം ഉണ്ടെന്നാണ് വിചാരിക്കേണ്ടായില്ല. കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷമായി. പിന്നെ അവർ തമ്മിലുള്ള സംവാദാധികാരങ്ങളാണ്, അത് നമുക്ക് അടുത്ത ഇതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ആഞ്ജനേയ സ്വാമി കി ജയ്. ഗുരുവായൂരപ്പ നാരായണ.